ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ വേറൊരു സ്റ്റോറി ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ഗാർഡൻ്റെ ഒരു സ്റ്റോറിയാണ്. എനിക്കൊരു നല്ല ഭംഗിയുള്ള ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ ഒരു 3 വർഷം മുമ്പ്. ഇപ്പോഴത്തെ ഈ ഗാർഡൻ അത്രയ്ക്കായിട്ടില്ല. അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇപ്പം ഞാൻ പറയാൻ പോണത് കേട്ടോ. 3 വർഷം മുമ്പ് ഞാൻ പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചു പോകാമെന്നൊരു പ്ലാൻ ഇട്ടായിരുന്നു. അങ്ങനെ ഇവിടെ എല്ലാവരോടും പറഞ്ഞു ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണെന്ന്. അവിടെ മുംബൈയിലാണെങ്കിൽ ഞങ്ങൾക്കൊരു ചെറിയ ഫ്ലാറ്റ് ഉണ്ട്. അത് 40-40 വർഷം ഞങ്ങൾ താമസിച്ച ഒരു ബിൽഡിങ് റീഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഫ്ലാറ്റ് കിട്ടിയതാണ് അവിടെ. അപ്പോൾ 3 കൊല്ലം മുമ്പ് അതിൻ്റെ പൊസിഷൻ പോയി എടുത്ത് ഞാൻ വിചാരിച്ചു ഒന്ന് അവിടെ പോയിട്ട് താമസിക്കുക. ഇനിയിപ്പോൾ ചെറിയ ഫ്ലാറ്റ് മതി, നമ്മൾ ഇത്ര വലിയ ഫ്ലാറ്റിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ അല്ലേ, ഇത്രയൊക്കെ വാടക കൊടുത്ത് താമസിക്കണമല്ലേ, ശരി എന്തായാലും അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു മെസ്സേജ് ഇട്ടു ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ഈ സൊസൈറ്റിയിൽ. ഞാൻ എൻ്റെ പ്ലാൻസൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പോകണമെന്നും പറഞ്ഞിട്ട്, ആർക്കാ വേണ്ട വെച്ചാൽ വരാം. ഇതാ കിടക്കണോ തുരുതുരാന്ന് ആൾക്കാർ വന്നു തുടങ്ങി. മെസ്സേജ് കേട്ടതും കേൾക്കാത്ത പാടെ അങ്ങനെ വന്ന് എല്ലാവരും എല്ലാ പ്ലാൻസും അങ്ങനെ എടുത്തുകൊണ്ട് പോയി ഒരു 3-4 എണ്ണം ഞാൻ ഇൻഡോറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോംബെയിൽ പോയി, ഞാനും മോനും കൂടെ പോയി. മോനാണെങ്കിൽ അവൻ്റെ ഫ്രീലാൻസ് വർക്കാണ്, അതുകൊണ്ട് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. എന്ത് സംഭവിച്ചു വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഞാൻ തിരിച്ച് പൂനെക്ക് തന്നെ എന്നും പറഞ്ഞ് അവനങ്ങ് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തനിയെ താമസിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോളും ഫാമിലിയും കൂടെ വന്നു. അവരൊരു 3-4 ദിവസം അവിടെ താമസിച്ച് തിരിച്ചു പോകാൻ നേരത്ത് അമ്മ ആയില്ലേ 10-20 ദിവസം അമ്മ അവിടെ താമസിച്ചു. അമ്മയുടെ ആശയമൊക്കെ മാറിയില്ലേ പുതിയ വീട്ടിൽ താമസിച്ചിട്ട്, ഇനിയിപ്പോൾ ഇവിടെ തനിയെ താമസിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഈ തിരക്ക് പിടിച്ച ബോംബെയിൽ? അപ്പോൾ നമുക്കങ്ങ് തിരിച്ചു പോകാമെന്നായി. അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ വീട്ടിലെത്തി, പഴയ എൻ്റെ വാടക വീട്ടിൽ തന്നെ എത്തി. ബാൽക്കണി കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നി. കാരണം എൻ്റെ പ്ലാൻസൊക്കെ പോയിട്ട് എംപ്റ്റി ആയിരിക്കണമല്ലോ. പിന്നെ വീണ്ടും ഒന്ന് സെറ്റ് ചെയ്താണത്. അപ്പോൾ ഞാൻ പൈസയൊന്നും ചിലവാക്കി പ്ലാന്റ്സ് ഒന്നും വാങ്ങിയില്ല. പണ്ട് നല്ല എക്സോട്ടിക് പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് വില പിടിച്ച പ്ലാന്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നഴ്സറിയിലൊന്നും പോയില്ല. അവിടെ നിന്നൊക്കെ കിട്ടിയ കട്ടിങ്സും ഒക്കെ കൊണ്ടുവന്ന് നാട്ടിൽ വന്നപ്പോൾ നാട്ടിൽ നിന്നും കുറച്ച് കട്ടിങ്സൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ വേര് പിടിപ്പിച്ച്, ചെടിച്ചട്ടികളാണെങ്കിലും ഒരുപോലെയുള്ള ചെടിച്ചട്ടികളൊന്നുമില്ല, ഇവിടുന്ന് ആൾക്കാർ ഉപേക്ഷിച്ചതൊക്കെ ആയിട്ടുള്ള ചെടിച്ചട്ടികളൊക്കെ പെറുക്കി എടുത്തുകൊണ്ട് വന്ന്, പിന്നെ അതിനകത്തൊക്കെ കുറച്ച് മണ്ണ് മാത്രം വാങ്ങി, കുറച്ച് വളവും വാങ്ങി, വേറെ ഒന്നും വാങ്ങിയില്ല. ഇതൊക്കെ നിറച്ച് എല്ലാ ദിവസവും 2-3 ചട്ടികൾ നിറച്ച് ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുവന്ന ചെടികളൊക്കെ വെച്ച് ഒരു ഗാർഡൻ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ് ഇന്നത്തെ ഈ രീതിയിലുള്ള ഗാർഡൻ ഉണ്ടായത്. അപ്പോൾ ഈ ഗാർഡനും എനിക്ക് ഒന്നുകൂടി നന്നായിട്ട് സെറ്റ് ചെയ്യണം. ഈ കൊല്ലം വലിയ വേനലായിരുന്നില്ലേ, ഇത് എപ്പോഴാണ് 1-2 മഴ പെയ്തത്, അതും റെഗുലറായിട്ടൊന്നും പെയ്യണമൊന്നുമില്ല. ഇനി മഴ പെയ്തിട്ട് വേണം ചിട്ടായിയൊക്കെ ചെയ്തിട്ട് അതിൻ്റെ നല്ല പ്ലാന്റ്സൊക്കെ വെച്ച് അല്ലാത്തതൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്ത് വേറെ പ്ലാന്റ്സൊക്കെ കൊണ്ട് വെക്കണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരല്ലേ എനിക്ക് കൂട്ടുകൂടാനുള്ള ആൾക്കാർ. അപ്പോൾ ഇവരുടെ കൂടെ കൂട്ടുകൂടി ജീവിക്കുമ്പോൾ ഉള്ള ഒരു രസം വേറെ തന്നെയാണ്. നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളോ അല്ല വേണ്ടാത്ത ചിന്തകളോ ഒന്നും ഉണ്ടാവില്ല. എന്ത് ഫ്രീ മൈൻഡഡ് ആയിരിക്കും അറിയോ നമ്മൾ. ആ ഒരു സന്തോഷം നമുക്ക് വേറെ ഒന്നിലും കിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഈ പുതിയ ഗാർഡൻ്റെ സ്റ്റോറി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യണം കേട്ടോ.